ഇപ്പോൾ ലഭിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിൽ അമ്മയെയും മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മെറിൻ, പ്രവീൺ എന്നിവരാണ് മരിച്ചത്. 4 ദിവസമായി പൂട്ടിക്കിടന്ന വീട് പോലീസ് എത്തി തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, വലിയ ദുഃഖവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒരു വിവരം. 4 ദിവസമായി വീട് പൂട്ടിയിട്ടെന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം? നിലവിൽ പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഇതൊരു ആത്മഹത്യയായിരിക്കാം എന്നൊരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. മെറിൻ, 70 വയസ്സുള്ള മെറിൻ, 50 വയസ്സുള്ള മകൻ പ്രവീൺ എന്നിവരെയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 2-3 ദിവസത്തിലധികം പഴക്കം മൃതദേഹങ്ങൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 4 ദിവസമായി ഈ വീട് തുറക്കാതിരുന്നതോടെ ഇതിന് നേരെ മുൻപിലുള്ള സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം കൗൺസിലർ വിവരം അറിയിക്കുന്നത്. ഈ വീട് ഇത്തരത്തിൽ തുറക്കാതിരിക്കുന്നത് കണ്ടൊരു അസ്വാഭാവികത തോന്നിയ അയാൾ വാർഡ് കൗൺസിലറെ അറിയിക്കുന്നത്. തുടർന്ന് കൗൺസിലർ പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി വീട്ടിൽ പരിശോധന നടത്തുമ്പോഴാണ് വീടിനുള്ളിൽ മുറിയിൽ ഇത്തരത്തിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിയിൽ മറ്റ് തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്താണ് ഈ മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് പറയുന്നത്. ഈ അമ്മയും മകനും മാത്രമാണോ ആ വീട്ടിലുള്ളത്? ആ വീട്ടിലെ അവസ്ഥ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകിൽ? സൈഫുദ്ദീൻ അമ്മയും മകനും മാത്രമാണ് വീട്ടിലുള്ളത്. ഇവർ ഒരുമിച്ചായിരുന്നു താമസം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രായം ചെന്ന അമ്മയാണ്. മകനും 50 വയസ്സോളം പ്രായമുണ്ട് എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ, അതായത് ഇതിൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച് പോലീസിന് നിലവിൽ ഒരു വ്യക്തതയില്ല. ആത്മഹത്യ ആയിരിക്കാം എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് പോലീസിനുണ്ട്. മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി, തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിലാണ് അമ്മയെയും മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 ദിവസമായി പൂട്ടിക്കിടന്ന വീട് ഇപ്പോൾ നാട്ടുകാർ, പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി തുറന്നു നോക്കിയത്. അപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. 4 ദിവസത്തെ പഴക്കം സ്വാഭാവികമായും മൃതദേഹങ്ങൾക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിൽ കൂടിയും പോലീസ് എത്തി അന്വേഷണം നടത്തിയാൽ മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരൂ.